ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് കുറച്ച് ചായ വെച്ച് കുടിച്ചു. അപ്പോൾ ചായ കുടിച്ച് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറി വന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ അരിഞ്ഞു. അങ്ങനെ സവോളയൊക്കെ വഴറ്റാനായിട്ട് വെച്ചു. കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് ഞങ്ങൾ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. ഇനി അടുത്തായിട്ട് കുറച്ച് സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ എടുത്ത് കയ്യിലും കാലിലും മുഖത്തൊക്കെ വാരിപ്പൊത്തി ഇനി നമുക്ക് തലമുടി ഒന്ന് വലിച്ച് നീട്ടി കെട്ടാം. അങ്ങനെ ഞാൻ ചുരുട്ടി കൂട്ടിയൊക്കെ തലമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നാളെ പോയി ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പഠിച്ചാലേ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 10ൻ്റെയും 9ൻ്റെയും 8ൻ്റെയും ഒക്കെയാണ് കേട്ടോ ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് റെഫറൊക്കെ ചെയ്ത് കുറച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി ഇങ്ങനെ വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണമായി. പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി. എന്നാലും ഞാൻ ബുക്ക് എടുത്ത് മാറ്റില്ല ഗായ്സ്, അതാണ് എൻ്റെ ആത്മാർത്ഥത. അങ്ങനെ കുറച്ച് നേരം പിന്നെയും വായി നോക്കി പുറത്തേക്കൊക്കെ നിന്നു. പിന്നെ പോയി കുളിച്ചു ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പുറത്ത് കടയിലേക്കൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചപ്പം അങ്ങനെ കടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റെഡിയാവലാണ്. പിന്നെ കമ്മലിട്ട് വലിയൊരുക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ടൗൺ ഇവിടെ അടുത്താണ്, കുറച്ച് നടന്നുകൊണ്ട് ദൂരമേ ഉള്ളൂ. അപ്പോൾ കണ്ണെഴുതി പൊട്ട് തൊട്ടു. പിന്നെ ഒന്ന് മുടിയൊക്കെ വാരി വലിച്ച് കെട്ടിയിട്ട് നേരെ ഇറങ്ങി നടക്കാൻ വേണ്ടി പോയി. അപ്പം നടന്നു പോകാമെന്ന് വിചാരിച്ചു. നടക്കാൻ വേണ്ടി പോയതല്ല, നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ടിൽ ഇതാ ലേക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഭയങ്കര ചൂടാട്ടോ ഇപ്പോൾ ഇവിടെ. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമുക്ക് ചായ മസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഡപ്പീസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ നമ്മുടെ ചായപ്പൊടി, പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ കടുകൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡപ്പികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാതും സെറ്റാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഓരോ ഡപ്പിയിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ നമ്മൾ പോയിട്ട് വന്നപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബർഗർ. അവിടെ ഒരു മലയാളിയുടെ കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ ഇനി അടുത്ത് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഡിന്നറൊക്കെ ആക്കണം. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ കറി ഇപ്പുറത്താവുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.